ഭാരതാംബയെ ഏറ്റെടുത്ത് JNUവും ഉപരാഷ്ട്രപതി പങ്കെടുത്ത ചടങ്ങ് ആരംഭിച്ചത് ഭാരതാംബ പൂജയോടെ. യൂണിവേഴ്സിറ്റിയിൽ നടന്ന ത്രിദിന വിദ്യാഭ്യാസ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചത്. ഭാരത് മാതാ ചിത്രം ഉപയോഗിക്കുന്നതിനെതിരെ കേരളത്തിൽ SFI പ്രതിഷേധിക്കുന്നതിനിടെയാണ് JNUവിൽ ഔദ്യോഗിക പരിപാടിയിൽ ചിത്രം ഉപയോഗിച്ചത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഏറ്റവും ആദ്യം പറയേണ്ടത് JNUവിന്റെ ഈ മാറിയ മുഖമാണ്. കുറച്ചുനാൾ മുമ്പ് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട്, ദേശീയതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം JNUവിൻ്റെ ക്യാമ്പസിൽ നമുക്ക് നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ ദേശീയത പറയുന്നവരെ എല്ലാം ആക്രമിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു JNUവിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് മാറുകയാണ്. ഇന്നത്തെ പരിപാടി എന്തായിരുന്നു? 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഒരു ത്രിദിന പരിപാടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് JNUവിൽ. അതിൽ പങ്കെടുക്കാനായി എത്തിയത് ജഗദീപ് ധൻഖർ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി വന്നു. ഇവിടെ അതൊരു സാധാരണ ചടങ്ങ് മാത്രമാണ്. JNUവിൽ മാത്രമല്ല, രാജ്യ തലസ്ഥാനത്ത് ഞാൻ വന്നതിന് ശേഷം കണ്ടതാണ്. എവിടെ പരിപാടി നടന്നാലും ഈ ഭാരതാംബയുടെ ചിത്രം അവിടെ ഉണ്ടായിരിക്കും. അതിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തും, അതിന് പുഷ്പാർച്ചന നടത്തും. അതിൽ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ മുഖ്യമന്ത്രിയോ അങ്ങനെ ഒരു ഭേദം എങ്ങും ഇതുവരെ കണ്ടിട്ടില്ല. രാജ്യ തലസ്ഥാനത്ത് ആ കാഴ്ച കുറച്ച് നാളുകളായി ഞാൻ കാണുന്നതുമാണ്. ഇതിപ്പോൾ ഇതാ JNUവിൽ ഉപരാഷ്ട്രപതി എത്തുന്നു. അദ്ദേഹം ഭാരതാംബയുടെ ചിത്രം കാണുന്നു, അതിനു മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്നു, സ്വാഭാവികമായ രീതിയിൽ പൂക്കൾ അർപ്പിക്കുന്നു, പരിപാടി തുടങ്ങുകയും ചെയ്യുന്നു. ഇത് നമ്മളെ മലയാളികളെ ഇത് വലിയ ചർച്ചയാകുന്നതും ഒക്കെയാണ്. കാരണം നമ്മൾ കേരളത്തിൽ കണ്ടതാണ്, രാജ്ഭവനിൽ ഒരു പരിപാടിക്കിടയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തിയതിനെ തുടർന്ന് 2 മന്ത്രിമാർ ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം മുഖ്യമന്ത്രി അതിനെ എതിർത്ത് രംഗത്ത് വരുന്നത് കണ്ടു. SFI പോലെയുള്ള ആളുകൾ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് കണ്ടു. ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ സഖാക്കന്മാരിലെ എല്ലാം SFI ഉൾപ്പെടുന്ന സഖാക്കന്മാരിലെ എല്ലാം ഏറ്റവും മൂത്ത ആളുകൾ ഉള്ള സ്ഥലമായിരുന്നു JNU. അവിടെ SFI ഉണ്ട്, ISA ഉണ്ട്, AESF ഉണ്ട്. ഈ രാജ്യത്തെ തന്നെ അർബൻ നക്സലുകളുടെ കൂത്തരങ്ങായിരുന്നു, രാക്ഷസക്കോട്ടയായിരുന്നു JNU. ആ JNUവിൻ്റെ മാറിയ മുഖമാണ് നമ്മൾ കാണുന്നത്. JNUവിൽ പ്രതിഷേധം പോയിട്ട് ഒരു ഞരക്കം പോലും കേൾക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. JNU മാറിയിരിക്കുന്നു. രാജ്യത്തിൻ്റെ അഭിമാനമായ സർവകലാശാല ഭാരതാംബയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേരളത്തിലും ഈ മാറ്റം കാണാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു കാലത്ത് ഇടതുകോട്ടയായിരുന്ന JNUവിൽ ഭാരതാംബയെ വിളക്ക് വെച്ച് പൂജിക്കുന്നു, പൂക്കളർപ്പിക്കുന്നുവെങ്കിൽ കേരളത്തിലും കാറ്റ് മാറി വീശും എന്നുള്ള കാര്യം ഉറപ്പ്. ശ്രീകാന്ത്, അവിടെ SFIയുടെയോ അല്ലെങ്കിൽ ASFിൻ്റെയോ ഒക്കെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ളൊരു പ്രതിഷേധം നമുക്കവിടെ JNUവിൽ കാണാൻ കഴിഞ്ഞോ? അവരെ പരിപാടിയിൽ ആദ്യ അവസാനം പങ്കെടുത്തു എന്നുള്ളത് കാണാൻ കഴിഞ്ഞു. കാരണം അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കുകയോ ഇവിടെ ഏതെങ്കിലും തരത്തിൽ അതിനെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഇന്നവർക്ക് സ്വപ്നത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. JNUവിൽ ഒന്ന് പോയാൽ അത് മനസ്സിലാകും. നമ്മൾ വെറുതെ അത് അതിശയോക്തി കലർന്ന് പറയുകയല്ല. അത് JNUവിൽ ഒരു തവണയെങ്കിലും കേരളത്തിലെ SFIക്കാരും KSUക്കാരും ഐസക്കാരും ASFകാരും ഒക്കെ ഒന്ന് സന്ദർശിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ സ്വപ്നത്തിൽ മാത്രമേ ഇത്തരത്തിലുള്ള ദേശീയ ബിംബങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. പ്രതിഷേധിക്കുക പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഞരക്കം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ ആദ്യ അവസാനം ഈ പരിപാടി കണ്ടു. ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കുന്നത് വളരെ കരഘോഷത്തോടെ ഏറ്റെടുത്തു, പൂക്കളർപ്പിക്കുന്നത് കണ്ടു. അവരും ആ പരിപാടിയുടെ ഭാഗമായി എന്നുള്ളതാണ് വസ്തുത. കാരണം JNU മാറിയിരിക്കുന്നു. അവിടെ പഴയ കലാപരിപാടികൾ ഇനി നടക്കാൻ പോകുന്നില്ല. JNUവിലെ വലിയൊരു മാറ്റം, അതാണ് ഈ വാർത്തയിലൂടെ ജനൻ TV മുന്നോട്ട് വെക്കുന്നത്. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.